ശബരിമല സന്നിധാനത്ത് മകരസംക്രമ പൂജ നടന്നു. മകരവിളക്ക് ദിനമായി ഇന്ന് പുലർച്ചെ 2:15 നട തുറന്ന് 2:46 നെയ്യഭിഷേകവും മകരസംക്രമ പൂജയും നടത്തി. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്ത്തേങ്ങ കൊണ്ടാണ് അഭിഷേകം നടത്തിയത്. അതേസമയം സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. വിവരങ്ങളുമായി സന്നിധാനത്തിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, നമസ്തേ. ഇന്ന് ഭക്ത സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ് ആ ഒരു പുണ്യ മുഹൂർത്തത്തിനായി. അപ്പം വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണോ സന്നിധാനത്തടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സന്നിധാനം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കൊണ്ട്, അയ്യപ്പന്മാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വളരെ ഏറ്റവും പുണ്യ ദിനമാണ് ശബരിമല ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ കണ്ണുകളും ഒരേ ഒരു ദിക്കിലേക്ക്, ഒരേ ഒരു ദർശനത്തിന് വേണ്ടി, മകരജ്യോതി മകരവിളക്ക് ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ ഭക്തന്മാരും. ഇപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇതിനോടകം തന്നെ തമ്പടിച്ചു കഴിഞ്ഞു മകരജ്യോതി കാണുന്നതിന് വേണ്ടി, മകരവിളക്ക് കാണുന്നതിന് വേണ്ടി. അതിൻ്റെ ഏറ്റവും സുഗമമായ ദർശനത്തിന് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞു. ശബരിമലയിലെ ഓരോ അയ്യപ്പ ഭക്തരും അത്തരത്തിൽ കാത്തിരിക്കുകയാണ്. 4 ലക്ഷത്തോളം ആളുകൾ ഇത്തവണ ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തിന് നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവസാന ദിവസമായ ഇന്നലെയും ഇന്നുമെല്ലാം ഈ ക്യൂവിലൂടെ വരേണ്ടവരുടെ എണ്ണം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മല കയറിയ അയ്യപ്പ ഭക്തന്മാർ ഇപ്പോഴും വിവിധ ഇടങ്ങളിലായി, ഇപ്പോൾ ദേവസ്വം ക്രമീകരിച്ചിട്ടുള്ള 10 ഇടങ്ങളിലായി തമ്പടിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകൾ ഇത്തവണ വിവിധ ഇടങ്ങളിലായി മകരവിളക്ക് ദർശനം നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവിടങ്ങളിലെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല ക്യൂ കോംപ്ലക്സുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് വലിയ ക്യൂ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് മാത്രമാണ് ഇത്തരത്തിലൊരു ക്യൂ അനുഭവപ്പെടുന്നത്. മറ്റിടങ്ങളെല്ലാം തന്നെ, അതായത് പമ്പ മുതൽ ശബരിമല വരെയുള്ള, സന്നിധാനം വരെയുള്ള ഇടങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇടത്താവളങ്ങളിലെല്ലാം തന്നെ തിരക്ക് കുറവാണ്. പക്ഷേ പാണ്ടിത്താവളത്തും അതുപോലെ തന്നെ പുൽമേട്ടിലും മറ്റെല്ലാം ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ 2:15 കൂടിയാണ് മകര സംക്രമ ഇന്നത്തെ ദിവസം തുടങ്ങിയത്, അതായത് നട തുറന്നത്. പിന്നീട് 2:15 നട തുറക്കുകയും 2:46 നെയ്യഭിഷേകം ആരംഭിക്കുകയും മകരസംക്രമ പൂജ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പന്തളം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്ത്തേങ്ങ കൊണ്ടാണ് അഭിഷേകം നടത്തിയത്. ഇനി ഭക്തരുടെ ദർശനം, അതിനുശേഷമുള്ള ഭക്തരുടെ ദർശനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇനി ഈ ദർശനം പൂർത്തിയാക്കി 5:15 അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആദ്യം ശരംകുത്തിയിലെത്തുക. തുടർന്ന് ദേവസ്വം അധികൃതർ തിരുവാഭരണം ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് തിരിച്ചാനയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്കറിയാം, തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും അതിനുശേഷമുള്ള നമ്മുടെ ഏറ്റവും പുണ്യദർശനമായി കരുതുന്ന മകരജ്യോതി മകരവിളക്ക് ദർശനവുമെല്ലാം നടക്കും. ഏതായാലും വളരെ ഭക്തി പുരസരം അയ്യപ്പ ഭക്തന്മാർ കാത്തിരിക്കുകയാണ് ആ പുണ്യ ദർശനം. പറഞ്ഞതുപോലെ നമുക്ക് കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മകരവിളക്ക് ദർശിക്കാൻ അഭൂതപൂർവമായ ഒരു തിരക്ക്. ഒപ്പം മിഥുൻ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ, പർണശാലകൾ കെട്ടി വിവിധയിടങ്ങളിലാണ് ഈ അയ്യപ്പ ഭക്തർ, പ്രത്യേകിച്ച് അന്യസംസ്ഥാനങ്ങളിലടക്കം വന്ന അയ്യപ്പ ഭക്തർ തമ്പടിച്ചിരിക്കുന്നത്. സുഗമമായ ഒരു ദർശനം സാധ്യമാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ലോകമെങ്ങുമുള്ള ഭക്തജനങ്ങൾക്ക്, അയ്യപ്പ ഭക്തർക്ക് ഈ തത്സമയം ഈ മകരവിളക്ക് പുണ്യദർശനം കാണാൻ എല്ലാ ഒരുക്കങ്ങളുമാണ്, എല്ലാ ക്രമീകരണങ്ങളുമാണ് ജനം ടിവിയും നടത്തിയിട്ടുള്ളത്. ഏത് തരത്തിലാണ് നമ്മുടെ ക്രമീകരണങ്ങളും സംവിധാനങ്ങളുമൊക്കെയും മിഥുൻ? നമുക്കറിയാം, 10 ഇടങ്ങളാണ് മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഒരുക്കങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 4 ലക്ഷത്തോളം അയ്യപ്പ ഭക്തന്മാർ ഈ മകരജ്യോതി ദർശനം നടത്തുമെന്നും കരുതുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഏർപ്പാടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1000-ഓളം അയ്യപ്പം പോലീസുകാരെ കൂടുതലായി ഈ മകരവിളക്ക് തിരക്ക് പ്രമാണിച്ച് വിവിധ ഇടങ്ങളിൽ, അതായത് സന്നിധാനത്ത് മാത്രം വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ ഒരുക്കങ്ങളും അതിഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ
ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ 7ഓളം ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ ഈ നമ്മുടെ തിരുവാഭരണ പേടകങ്ങൾ എത്തുന്നത് മുതലുള്ള എല്ലാ വിവരങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 7ഓളം ക്യാമറകളിൽ നിന്നുള്ള ഏറ്റവും എഴിവാർന്ന ദൃശ്യങ്ങൾ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 10 വർഷങ്ങളോളമായി ശബരിമല മകരവിളക്ക് ഏറ്റവും മനോഹരമായി അതിൻ്റെ ഭക്തി ഒരു തരത്തിലും ചോരാതെ മറ്റൊന്നും പരിഗണിക്കാതെ അയ്യപ്പന്മാർക്കൊപ്പം നിന്നുകൊണ്ട് അയ്യപ്പനൊപ്പം നിന്നുകൊണ്ടുള്ള തത്സമയ സംപ്രേഷണം രീതിയാണ് ജനം TV നടത്തി വരുന്നത്. എല്ലാ അയ്യപ്പ ഭക്തർക്കും അക്കാര്യം അറിയാം. ഭക്തർക്കൊപ്പം നിന്നുകൊണ്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എല്ലാ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഓരോ മണ്ഡലകാലത്തും ജനം TV നടത്തിയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ആവർത്തനം തന്നെയാണ് ഇത്തവണയും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ശബരിമലയിലെ അത് സംബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തി കഴിഞ്ഞു. മികവുറ്റ കാഴ്ചകളിലൂടെ തന്നെ ദൃശ്യങ്ങളിലൂടെ തന്നെ ഇത്തവണയും മകരജ്യോതി ദർശനം, മകരവിളക്ക് ദർശനം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ജനം TVയിലൂടെ ആസ്വദിക്കാനാകും. ജനം TVയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഇത് കൃത്യമായി ആസ്വദിക്കാനാകും. തത്സമയ വിവരണങ്ങളുമായി പ്രമുഖരുടെ അടക്കമുള്ള വിവരണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തത്സമയ സംപ്രേഷണമാണ് നമ്മൾ ആരംഭിക്കാനിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ശബരിമല സന്നിധാനം തീർച്ചയായും ഒരു പർണശാലകൾ നിറഞ്ഞുകൊണ്ട് ഒരു യാഗഭൂമിയായി തന്നെ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പാണ്ടിത്താവളം അടക്കമുള്ള ഇടങ്ങളിൽ കൊച്ചു കൊച്ചു പർണശാലകൾ ഒരുക്കി അവിടങ്ങളിൽ കർപ്പൂരാഴിയും ഭജനയും എല്ലാമായിട്ടായിരുന്നു ഇന്നലെ രാത്രി കഴിഞ്ഞുകൂടിയെന്ന് ഈ കൊടും തണുപ്പിനെ അയ്യപ്പന്മാർ അതിജീവിച്ചിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെയും സമാനമായി തന്നെ കർപ്പൂരാഴിയും ഭജനയും എല്ലാമായി അയ്യപ്പനെ ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അയ്യപ്പന്മാർ. വീണ്ടും ഇപ്പോൾ ഇത്തരത്തിൽ ഇനി ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ലക്ഷോപലക്ഷം അയ്യപ്പർ ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ ആ ഒരു പുണ്യ ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.